മാർക്കറ്റിലെ പച്ചമാങ്ങയൊക്കെ കിട്ടാൻ തുടങ്ങിയ സ്ഥിതിക്ക് മാങ്ങയില്ലാത്ത എന്ത് മീൻകറി അല്ലേ. നമുക്ക് മാങ്ങയിട്ട് വറ്റിച്ച് വെച്ച ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി കാണാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടിക്കകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തോളുക. നമ്മുടെ വാളംപുളീൻ്റെ വെള്ളം, അത് വാളംപുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് കുടംപുളീൻ്റെ അത് സോക്ക് ചെയ്ത വാട്ടറാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തക്കാളി അരിഞ്ഞിട്ടതും മാങ്ങയുണ്ടല്ലോ, മാങ്ങ അങ്ങ് പീസാക്കിയതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ചങ്ങോട്ട് നന്നായിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ മീൻ, നമ്മുടെ പാവങ്ങളുടെ കരിമീൻ എന്നൊക്കെ പറയും, നമ്മുടെ ഫിലോപ്പീനെ. ലുക്ക് കൊണ്ട് കരിമീനാണ് കേട്ടോ, പക്ഷേ ടേസ്റ്റ് കൊണ്ട് കരിമീൻ അത്ര വരില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഫിലോപ്പിയെ. അപ്പം ഫിലോപ്പിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് മാങ്ങയ്ക്ക് അത്ര പുളി തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് മീനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഓയിലിനകത്തേക്ക് ഉലുവയും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് അങ്ങ് എടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.